കുറച്ച് ബനാന കട്ട്സ് നമ്മൾ ബ്രെഡിൽ സാൻഡ്വിച്ച് ചെയ്ത് വെച്ചിട്ട് കണ്ടോ, ഇത് നേരെ നമ്മൾ കുറച്ച് ബട്ടർ ഇട്ട് പാൻ ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ കുറച്ച് മിൽക്ക് ഒഴിക്കണം. ഇത് മൊരിഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് മിൽക്ക് ഒഴിക്കുക. കണ്ടോ, മിൽക്ക് പെട്ടെന്ന് വേഗം ഒരു ഗ്ലാസ് മിൽക്ക് ഒഴിച്ചതിന് ശേഷം കുറച്ച് നേരം ഇത് നമ്മൾ സ്പൂൺ വെച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും ഫോർക്കോ എന്തെങ്കിലും വെച്ച് വേണമെങ്കിൽ നമുക്ക് ടേൺ ചെയ്യുക. ഇത് ഫുള്ള് കുക്കാവണം. അതായത് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ബനാനയുള്ളൊരു ബ്രെഡ് സാൻഡ്വിച്ച് ചെയ്തത് അതിനോട് മിൽക്ക് ഒഴിച്ചു നമ്മൾ കുറച്ച് നേരം കുക്ക് ചെയ്തു. ഓക്കെ, നമ്മൾ വേറൊരു പാൻ എടുത്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ക്രാമ്പിൾഡ് എഗ്സ് ഉണ്ടാക്കാനാണ്. ഇതൊരു സൈഡ് ഡിഷ് വേണ്ടി മാത്രമായിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ടോസ്റ്റ് ചെയ്തതിന് ശേഷം കുറച്ച് സൈഡ് ഡിഷ് എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ എഗ്സ് എടുത്തിട്ട് സ്ക്രാമ്പിൾ ചെയ്യുന്നത് കുറച്ച് ടൈം എടുക്കും. ഒരു 5-10 മിനിറ്റ്സ് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വയ്ക്കുക. നമുക്ക് വെറും 20 മിനിറ്റ്സ് ടോട്ടൽ എടുക്കുന്നുള്ളൂ. മറ്റേതിനധികം സമയം എടുക്കുന്നില്ല. വേഗം നമുക്കൊരു ഈ പുറത്ത് പോയി കഴിച്ച് ഫ്രഞ്ച് ടോസ്റ്റ് കൊടുത്ത് അത്ര പൈസ പോലും ചിലവില്ലാതെ നമുക്ക് വെറും അരമണിക്കൂർ കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഡിഷാണിത്. ഒരു സൂപ്പർ ടോസ്റ്റാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. കുറച്ചൊരു ചോക്ലേറ്റ് സിറപ്പ് നിങ്ങൾ വേണമെങ്കിൽ മേടിച്ച് വെച്ച ഒരു സൈഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് ഇപ്പോൾ റെഡി ആവുന്നതാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ്. ബൈ, ഹാപ്പി വീക്കെൻഡ്.